ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സെമസ്റ്റർ സൈഗേസ്റ്റിൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഫ്രീഡം എന്ന പോയമാണ്. ആദ്യം നമുക്ക് രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് മനസ്സിലാക്കാം. ടാഗോർ 1861 മെയ് 6 കൽക്കറ്റയിലുള്ള അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ടാഗോർ 8-ാം വയസ്സിൽ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്നത് ഗീതാഞ്ജലി എന്ന പുസ്തകത്തിനാണ്. നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ യൂറോപ്യനല്ലാത്ത വ്യക്തിയാണ് ടാഗോർ. ഇന്ത്യൻ സാഹിത്യത്തിനു വേണ്ടി ടാഗോർ നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. അദ്ദേഹം 2 ദേശീയ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ജനഗണമനയും അതുപോലെ ബംഗ്ലാദേശിലെ അമർ ഷോണ ബംഗ്ല എന്ന ദേശീയ ഗാനവും എഴുതിയത് അദ്ദേഹമാണ്. ടാഗോർ അറിയപ്പെടുന്നത് ബാർഡ് ഓഫ് ബംഗാൾ, ബംഗാളിൻ്റെ കവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും പല ഭാഷകളിലേക്കുമായിട്ട് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഗീതാഞ്ജലി എന്ന വർക്കിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന്. 103 കവിതകളുടെ ഒരു സമാഹാരമാണ് ഗീതാഞ്ജലി. അദ്ദേഹം തന്നെയാണ് അത് ഇംഗ്ലീഷിലോട്ടും തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പോയം നോക്കാം. Freedom from fear is the freedom I claim for you, my motherland. എൻ്റെ മാതൃരാജ്യമേ, ഞാൻ നിനക്ക് വേണ്ടി അവകാശപ്പെടുന്നു. സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള മോചനമാണ്. Freedom from the burden of the ages, bending your head, breaking your back, blinding your eyes to the beckoning call of the future. ബർഡൻ ഓഫ് ദി ഏജസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് യോക്ക് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയലിസം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ കൊളോണിയലിസത്തിൽ കീഴിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെയധികം മിസറബിൾ ആയിരുന്നു. അവർക്ക്, ഇന്ത്യൻ ജനതയ്ക്ക് എന്തെങ്കിലും പറയാനോ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ അവർക്ക് വളരെയധികം ഭയമായിരുന്നു. സത്യത്തിൽ അവരെ ഒരു ഫിയർ കൺട്രോൾ അവർ ഭയം കൺട്രോൾ ചെയ്തിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ബർഡൻ ഓഫ് ദി ഏജസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവരുടെ കാലാകാലങ്ങളായിട്ട് ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരമാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം. ഓക്കെ, അത് കാരണമായിട്ട് അവരുടെ തല കുനിയുകയും അവരുടെ നടു ഒടിയുകയും കണ്ണുകൾ ശോഭനമായ ഒരു ഭാവിയെ കാണാൻ പറ്റാത്ത വിധത്തിൽ അന്ധമാവുകയും ചെയ്തു. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിൽ നിന്നും ഇന്ത്യക്കാർക്ക് ഫ്രീഡം ലഭിക്കുമ്പോൾ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു ഭാവിയാണ് ഇവിടെ ബെക്കണിംഗ് കോൾ ഓഫ് ദി ഫ്യൂച്ചർ എന്നതുകൊണ്ട് സൂചിക്കുന്നത്. ഫ്രീഡം ഫ്രം ദി ഷാക്കിൾസ് ഓഫ് സ്ലംബർ വേർ വിത്ത് യു ഫാസ്റ്റൻ യുവർ സെൽഫ് ഇൻ നൈറ്റ് സ്റ്റിൽനെസ്, മിസ്ട്രസ്റ്റിംഗ് ദ സ്റ്റാർ ദാറ്റ് സ്പീക്സ് ഓഫ് ട്രൂത്ത്സ് അഡ്വഞ്ചേഴ്സ് പാത്സ്. ഷാക്കിൾസ് ഓഫ് സ്ലംബർ എന്ന് പറയുന്നത് ചെയിൻസ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിൽ നിന്നുള്ള മോചനമാണ്. ഫ്രീഡം ഫ്രം ദി ഷാക്കിൾസ് ഓഫ് ദി സ്ലംബർ, അതായത് ഉറക്കത്തിൽ നിന്നുള്ള മോചനമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നൈറ്റ്സ് സ്റ്റിൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊളോണിയലിസത്തിൻ്റെ കീഴിലുള്ള ഡാർക്ക്നെസ്, അതുപോലെ പാസീവ് എക്സ്റ്റൻസ് ഒക്കെയാണ്. അതായത് ഉറക്കത്തിൻ്റെ ഒരു നിശബ്ദത, രാത്രിയുടെ നിശബ്ദതയിലും അലസതയിലും കെട്ടിയിരിക്കുന്നു. മിസ്ട്രസ്റ്റിംഗ് ദ സ്റ്റാർ ദാറ്റ് സ്പീക്സ് ഓഫ് ട്രൂത്ത്സ് അഡ്വഞ്ചറസ് പാത്സ്, അതായത് സത്യം വിളിച്ചു പറയുന്ന, സത്യത്തിൻ്റെ ധീരമായ വഴികൾ കാണിച്ചു തരുന്ന നക്ഷത്രത്തിനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെ സ്റ്റാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശോഭനമായൊരു ഭാവിയെ നമുക്ക് ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീഡമാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഫ്രീഡം ഫ്രം ദി അനാർക്കി ഓഫ് ഡെസ്റ്റിനി, വോൾ സെയിൽസ് ആർ വീക്ക്ലി യേൽഡ് ടു ദി ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ് ആൻഡ് ദി ഹെൽം ടു എ ഹാൻഡ് ഓവർ റിഗിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. ഇവിടെ അനാർക്കി ഓഫ് ഡെസ്റ്റിനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിധിയോടുള്ളൊരു കീഴ്പ്പെടലാണ്. അതായത് വിധിയോടുള്ള അന്ധമായ കീഴ്പ്പെടലിൽ നിന്നും മോചനം ഞാൻ ആഗ്രഹിക്കുന്നു. വോൾ സെയിൽസ് ആർ വീക്ക്ലി യേൽഡ് ടു ദി ബ്ലൈൻഡ് അൺസർട്ടൈൻ വിൻഡ്സ്, അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ഇന്ത്യയെ ഒരു സെയിൽ ബോട്ടുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്.
അതായത് നമ്മുടെ ഇന്ത്യ ഒരു പായ്ക്കപ്പൽ പോലെയാണ്. അത് ഫോളോ ചെയ്യുന്നത് ഒരു അൺസർട്ടൈൻ വിൻഡ്സിനാണ്. അതായത് അവിടെയും ഇവിടെയും അടിക്കുന്ന ഒരു കാറ്റിൽപ്പെട്ട് ഉലയുന്ന ഒരു പായ്ക്കപ്പൽ. ആ ഫോളോ ചെയ്യുന്ന വിൻഡ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷുകാരെയാണ്. അതിൻ്റെ അമരത്തിയിരിക്കുന്നയാൾ പിടിവാശിക്കാരനും മരണം പോലെ തണുത്തവനുമാണ്. അതായത് കണ്ണിച്ചോര ഇല്ലാത്തവനാണ് എന്ന്. കാരണം അയാൾ ഒരു വിദേശിയാണ്. ഫ്രീഡം ഫ്രം ദി ഇൻസൾട്ട് ഓഫ് ഡ്വെല്ലിംഗ് ഇൻ എ പപ്പറ്റ്സ് വേൾഡ് where movements are started through brainless words, repeated through mindless habits. ഇവിടെ പപ്പറ്റ്സ് വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കൺട്രി ഈസ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. അതായത് നമ്മുടെ രാജ്യം ഒരു പാവക്കുട്ടിയെ പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പാവക്കുട്ടി ഒരിക്കലും സ്വയം അനങ്ങുകയില്ല. അതിന് മറ്റുള്ളവർ അനക്കുമ്പോൾ മാത്രമാണ് അത് അനങ്ങുന്നത്. അതുപോലെയാണ് നമ്മുടെ ഇന്ത്യയും. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ അവർ പറയുന്നത് പോലെയാണ് നമ്മുടെ ഇന്ത്യ നീങ്ങുന്നത് എന്നാണ് ഈ ഒരു പപ്പറ്റ്സ് വേൾഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും പണ്ട് അവർ ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയുമാണ് ചെയ്യുന്നത്. Were figures wait with patience and obedience for the master of show to be stirred into a mimicry of life. അതായത് സത്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാർ ചെയ്യുന്നത് വിദേശി ഭരണാധികാരിയായ ഇവരെ വളരെ ക്ഷമയോടു കൂടിയും അതുപോലെ അനുസരണയോടു കൂടിയും നമ്മൾ ചുമക്കുകയാണ്. രാജ്യത്തിൻ്റെ ഇന്നത്തെ ജീവിതം ശരിക്കുമുള്ള ജീവിതമല്ല. കാരണം അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരാണ്. അവർക്ക് ഈ നാടിൻ്റെ പുരോഗതിയെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് വന്ന് അവരുടെ ഒരു കൺട്രോളിലായിട്ട് നിന്ന് പോവുകയാണ്, ഒരു പപ്പറ്റ്സ് ആയിട്ട്. അവർ അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിലുള്ള ഓരോ വസ്തുക്കളും കൊള്ളയടിക്കുകയും അതുപോലെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർ ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ടോ ഒന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയോ പോലും ചെയ്യുകയില്ല. ഇതാണ് ഈ ഒരു പോയിൻ്റെ മീനിങ്. സത്യത്തിൽ ടാഗോറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്നാൽ വെറും പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഫ്രീഡം മാത്രമല്ലായിരുന്നു. എല്ലാ തരത്തിലുള്ള മാമൂലകളിൽ നിന്ന് അനാവശ്യമായിട്ടുള്ള അനാചാരങ്ങളിൽ നിന്നും മുക്തിയായിരുന്നു സ്വാതന്ത്ര്യം. തൻ്റെ രാജ്യത്തിനും ജനങ്ങൾക്കും ജാതി മതങ്ങൾക്ക് അതീതമായി ഏറ്റവും ഉയർന്ന സ്വാതന്ത്ര്യം വേണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഫ്രീഡം എന്ന ഈ കവിത സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വാതന്ത്ര്യം എന്തായിരിക്കണമെന്ന് വരച്ച് കാണിക്കുകയായിരുന്നു. സോ ഫ്രീഡം ഫ്രം ഫിയർ, ഇതാണ് ഈ പോയം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, താങ്ക്സ് ടു ഓൾ.